കാണാതെ വിശ്വസിക്കുക, കാണാതെ സ്നേഹിക്കുക, കാണാതെ സഹിക്കുക, കാണാതെ സന്തോഷിക്കുക. ഈ 4 കാര്യം ഈ ഒരു പാരഗ്രാഫിനകത്ത് പത്രോസ് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് കാണാനായിട്ട് ശ്രമിക്കാം. 2 8-ാം വാക്യത്തിൽ തന്നെയുണ്ട്. 2 അവനെ കണ്ടിട്ടില്ലെങ്കിൽ സ്നേഹിക്കുന്നു, കാണാതെ വിശ്വസിക്കുന്നു. അപ്പം കാണാതെ സ്നേഹിക്കുക, കാണാതെ വിശ്വസിക്കുക. അതിൻ്റെ തൊട്ട് താഴെ പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുന്നു. അപ്പം കാണാതെ സന്തോഷിക്കും. 3 ഇനി 4-മത്തേത് മുകളിലുണ്ട്. 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചതാണ്. അവിടെ സഹനമാണ്, ക്രിസ്തീയ ജീവിതത്തിലെ സഹനമാണ്, സഫറിങ്സ് ആണ്. ക്രിസ്തീയ ജീവിതത്തിൽ ഒരു സഹനത്തിൻ്റെ പേജ് ഉണ്ട്, ഒരു സഹനത്തിൻ്റെ ചാപ്റ്ററുണ്ട്, ഒരു സഹനത്തിൻ്റെ കാലഘട്ടമുണ്ട്. അതില്ലെന്ന് പറഞ്ഞാൽ ഇല്ലാതെയാവുകയോ ഉണ്ടെന്ന് പറഞ്ഞാൽ കൂടുകയോ ചെയ്യത്തില്ല. ഈ ബൈബിളിനകത്തോട്ട് മനഃശാസ്ത്രം കയറ്റുന്ന ഒരു കാലം വന്നിട്ടുണ്ട്. പ്രയാസങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ പ്രയാസം ഉണ്ടാകും, പ്രയാസം ഇല്ലെന്ന് പറഞ്ഞാൽ പ്രയാസം ഇല്ലാതെയാകും. ഇതെല്ലാം സൈക്കോളജിയാണ്, ഇതൊന്നും ബൈബിളല്ല. ഉണ്ടെന്ന് പറയുമ്പോൾ ഉണ്ടാകുകയും ഇല്ലെന്ന് പറയുമ്പോൾ ഇല്ലാതെയാകുകയോ ഒന്നും ചെയ്യുകയല്ല. ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ എന്തോ അതായിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ പ്രയാസങ്ങൾ, സഹനം എന്നൊരു പേജില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ സഹന സാധ്യതകളെ നമുക്ക് ഒഴിവാക്കാമെന്നാണ് ആ ടീച്ചിങ്ങിൻ്റെ ലക്ഷ്യം. ചുരുക്കി പറയാൻ ഇത്രയേ ഉള്ളൂ. സഹനം അഥവാ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടാണ്. അപ്പം സന്തോഷമുള്ള ദിവസങ്ങൾ എപ്പോഴും ലഭിക്കണം. അതിന് വേണ്ടിയിട്ട് സഹനത്തിൻ്റെ ചാപ്റ്റർ ഇല്ലാതെയാക്കാനുള്ള ശ്രമമാണ് എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ബൈബിളും അതുതന്നെയാണ് പറയുന്നത്, പത്രോസും അതുതന്നെയാണ് പറയുന്നത്, പൗലോസും അതുതന്നെയാണ് പറയുന്നത്. പക്ഷേ വ്യത്യാസം ഇത്രയേ ഉള്ളൂ. സഹനവും പ്രയാസങ്ങളും ഇല്ല എന്ന് പറഞ്ഞ് അതിനെ ജയിക്കുകയല്ല, ഉണ്ട് എന്നാൽ അതിനെ ജയിക്കാൻ കർത്താവ് ശക്തി തരും എന്ന് പറഞ്ഞ് അതിനെ ജയിക്കുന്നതാണ് ബൈബിളിൻ്റെ വ്യക്തമായ ടീച്ചിങ്. അപ്പോൾ എപ്പോഴും വ്യക്തമായതും സത്യമായതും അല്ലേ നിലനിൽക്കത്തുള്ളൂ. അപ്പോൾ സഹനത്തിൻ്റെ പേജാണ് ഇവിടെ അപ്പോസ്തലൻ കാണിക്കുന്നത്. അതിൽ നിങ്ങളിപ്പോൾ നാനാപരീക്ഷകളാൽ അല്പനേരത്തേക്ക് ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചതാണ്, ധ്യാനിച്ചതാണ്. അതിൽ നിങ്ങളിപ്പോൾ അല്പനേരത്തേക്ക് നാനാപരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അപ്പോൾ നീതീകരണം പ്രാപിച്ച് വിശുദ്ധീകരണത്തിലൂടെ തേജസ്കരണത്തിലേക്ക് നടത്തപ്പെടുന്ന വിശുദ്ധന്മാർ ഈ ഒരു നീണ്ട ആത്മീയ പരിവർത്തനത്തിൻ്റെ പ്രക്രിയയിലൂടെ കടന്നു പോകുമ്പോൾ ചില സമയത്ത് പെയിൻഫുൾ എക്സ്പീരിയൻസും ഉണ്ടാകാം. അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെയും ചിലപ്പോൾ നാം കടന്നു പോകും. അങ്ങനെ കടന്നു പോയാലും അതൊരു ദുരന്തമായിട്ടല്ല അവസാനിക്കുന്നത്. അതെല്ലാം തേജസ്സിനോടുള്ള ബന്ധത്തിൽ അർത്ഥമുള്ള കാര്യമായിട്ട് സംഭവിക്കും എന്ന് പറഞ്ഞാണ് ഈ ക്ലാസ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കൊണ്ടുവന്ന് നിർത്തിയത്. അപ്പോൾ കാണാതെ അവർ സഹിക്കുന്നു, കാണാതെ അവർ സ്നേഹിക്കുന്നു, കാണാതെ അവർ വിശ്വസിക്കുന്നു, കാണാതെ അവർ സഹിക്കുന്നു, കാണാതെ സന്തോഷിക്കുന്നു. നമുക്ക് ഈ വാക്യങ്ങളിൽ നിന്നും ഒരു പ്രധാനപ്പെട്ട സത്യത്തിലോട്ട് പോകണം. അതായത് ദൃശ്യലോകവും അദൃശ്യലോകവും. എബ്രായ ലേഖനം 11-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ നമുക്കതിൻ്റെ ഒരു സൂചന ലഭിക്കും. ഈ കാണുന്ന ലോകത്തിന് കാരണം അദൃശ്യമാണ്. അങ്ങനെയാണ് ആ വാക്യം. കുറച്ചുകൂടെ നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഈ ദൃശ്യലോകത്തിൻ്റെ
കാരണം അദൃശ്യമാണ്. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. 1 കൊരിന്ത്യർ 15, 16 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു ഭൗതിക ലോകം ഉണ്ടെങ്കിൽ ഒരു ആത്മീയ ലോകവും ഉണ്ട് എന്ന് പൗലോസ് പറയുന്നു. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീയ ശരീരവും ഉണ്ട്. അപ്പോൾ ഈ കാണുന്നതിൻ്റെ അപ്പുറത്ത് ഒരു അദൃശ്യ ലോകമുണ്ട്. അദൃശ്യമായ കാര്യങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന കൂട്ടരുടെ പേരാണ് വിശ്വാസികൾ. നമ്മുടെ എല്ലാ പ്രതീക്ഷകളുടെയും സങ്കല്പങ്ങളുടെയും അടിത്തറ എന്ന് പറയുന്നത് കാണാൻ മേലാത്ത കുറേ കാര്യങ്ങളാണ്. കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും അതുതന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ തോമസിനോട് കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്. 20-ാം അധ്യായം 29-ാം വാക്യം ഒന്ന് വായിക്കാം നമുക്ക്. യോഹന്നാൻ 20:29. നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. അതെ, അപ്പൊ കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കാണാതെ വിശ്വസിക്കണമെന്ന്. കാണാതെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. കണ്ടാൽ പിന്നെ വിശ്വസിക്കുകയും വേണ്ട. കണ്ടാൽ പിന്നെ കണ്ടല്ലോ. അപ്പോൾ വിശ്വാസത്തിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടെങ്കിൽ അത് കാണാത്ത കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. കാണാവുന്ന കാര്യങ്ങൾക്ക് പിന്നെ വിശ്വാസം ആവശ്യമില്ലല്ലോ. തോമസ് കാണാൻ നിർബന്ധിച്ച ആളാണ്. കണ്ടേ അടങ്ങൂ എന്ന് പറഞ്ഞ ആളാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി കർത്താവ് കാണാനൊരവസരം ഉണ്ടാക്കി കൊടുത്തു. കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ കാൽക്കൽ അദ്ദേഹം വീഴുന്നു. അതെല്ലാം നല്ല കാര്യമാണെങ്കിലും കർത്താവ് അവനെ അവിടെ പ്രോത്സാഹിപ്പിക്കുകയല്ലായിരുന്നു. കർത്താവ് വേറൊരർത്ഥത്തിൽ അവനോട് സംസാരിക്കുകയായിരുന്നു എന്ന് നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാവും. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു. വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു. പിന്നെ തോമസിനോട് നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. തോമസ് അവനോട് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട് നീ എന്നെ കണ്ടതുകൊണ്ടല്ലേ വിശ്വസിച്ചത്, കാണാതെയാണ് വിശ്വസിക്കേണ്ടത്. ഒന്നും കാണാതെ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്തപ്പോഴും വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ നമുക്കുണ്ടെങ്കിലും എവിടെയോ അടിയിൽ എവിടെയോ ഒരു വിശ്വാസം ബാക്കി കിടപ്പുണ്ട്. അതാണ് നമ്മെക്കുറിച്ച് കർത്താവിന് ആകെയുള്ള പ്രതീക്ഷ. കർത്താവിന് നമ്മിൽ നിന്ന് കിട്ടുന്ന ഒരു അഭിമാനം, നമ്മെക്കുറിച്ചുള്ള ഒരു സന്തോഷം കാണാതെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. കാണാതെ വിശ്വസിക്കുക. കാണാത്ത കാര്യങ്ങളെയാണ് നമ്മളിങ്ങനെ കൊണ്ട് നടക്കുന്നത്, നമ്മൾ താലോലിച്ചുകൊണ്ട് നടക്കുന്നത്. എപ്പോഴും 24 മണിക്കൂറും മനസ്സിൻ്റെ അകത്ത് നമ്മൾ താലോലിച്ചുകൊണ്ട് നടക്കുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുന്നതും സ്തുതിക്കുന്നതും ആരാധിക്കുന്നതും കൊടുക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം കാണാത്ത ഒരു ലോകത്തെ കണ്ടുകൊണ്ടാണ്. അപ്പം പത്രോസിൻ്റെ ഈ ഒരൊറ്റ
ലേഖനത്തിൻ്റെ ഈ ഒരു പാരഗ്രാഫിൽ തന്നെ നമ്മൾ 4 അദൃശ്യ കാര്യങ്ങളെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുക. കാണാതെ സ്നേഹിക്കുക. ഒരു പക്ഷെ കാണാതെ വിശ്വസിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ കാണാതെ സ്നേഹിക്കാൻ പറ്റുമോ? കാണാതെ എങ്ങനെയാ സ്നേഹിക്കുന്നത്? അതെ, പത്രോസ് കണ്ടയാളാണ്, പക്ഷെ പത്രോസ് സംസാരിക്കുന്ന വിശ്വാസികൾ യേശുവിനെ കണ്ടിട്ടില്ല. അതാണ് പത്രോസ് ആ വാക്ക് അവിടെ ഉപയോഗിച്ചത്. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഞാൻ അവനെ കണ്ട് സ്നേഹിച്ച ആളാണ്. നിങ്ങളവനെ കാണാതെ സ്നേഹിക്കുക. പത്രോസ് അല്ലെങ്കിൽ ആ തലമുറ ജീവിച്ച ആളുകൾ കർത്താവിനെ കണ്ടു. എന്നാൽ തുടർന്നുള്ളവരാരും കർത്താവിനെ കണ്ടില്ല, പക്ഷെ അവരും കർത്താവിനെ സ്നേഹിക്കുക. കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ കർത്താവിൻ്റെ ശിഷ്യരാകാൻ പറ്റത്തുള്ളൂ. കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ കർത്താവിൻ്റെ വചനം അനുസരിക്കാൻ പറ്റുള്ളൂ. കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ കർത്താവിൻ്റെ വേല ചെയ്യാൻ പറ്റുള്ളൂ. കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇതിനെല്ലാം നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകം, നമ്മെ സഹായിക്കുന്ന ഘടകം വിശ്വാസമാണ്. കാണാതെ നമ്മൾ അവനെ സ്നേഹിക്കുക. അതെ പ്രിയരെ, കർത്താവ് നമ്മെ പ്രശംസിക്കുവാൻ ഇടവരട്ടെ. കാണാതെ നമുക്കവനെ പിന്നെയും സ്നേഹിക്കാം. അങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം വർഷങ്ങളായിട്ട് കാണാതെ സ്നേഹിച്ച ആ വ്യക്തിയെ കാണുക എന്നതാണ്. അതിനേക്കാൾ വലുതൊന്നും അവൻ്റെ ജീവിതത്തിലില്ല. മറ്റു വേദഭാഗങ്ങൾ വേണമെങ്കിൽ ചിലത് നമുക്കെടുത്ത് നോക്കാം. 2 കൊരിന്ത്യർ 5:7. 2 കൊരിന്ത്യർ 5:7. അതെ, കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നു. അപ്പോൾ കാണാതെ നടക്കുന്ന ഒരു കൂട്ടര്. അതിൻ്റെ നേരെ മുകളിൽ 4:18 എഴുതിയിരിക്കുന്നു, കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്ര ഞങ്ങൾ നോക്കുന്നത്. അപ്പോൾ കാണാതെ നോക്കുന്ന ഒരു കൂട്ടര്, കാണാതെ നടക്കുന്ന ഒരു കൂട്ടര്, കാണാതെ നോക്കുന്ന ഒരു കൂട്ടര്. ഈ പ്രസ്താവനകളെല്ലാം തന്നെ ഒരു അസാധാരണ ആശയമാണ് തരുന്നത്. നോക്കുന്നത് കാണാനാണ്. പക്ഷെ അപ്പോസ്തലൻ പറയുന്നു കാണുന്നതിനെയല്ല ഞങ്ങൾ നോക്കുന്നത്. അപ്പോൾ ഏത് കണ്ണുകൊണ്ടാണെന്നാണ് പിന്നത്തെ ചോദ്യം. കാണുന്നതിനെ അല്ല ഞങ്ങൾ നോക്കുന്നത്, കാണാത്തതിനെ ഞങ്ങൾ നോക്കുന്നു. കാണുന്നതിനെ അല്ല ഞങ്ങൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നോട്ടം തന്നെ ഒരു വ്യത്യാസമായ നോട്ടമല്ലേ. കാണാത്തതിനെ നോക്കണമെങ്കിൽ വേറൊരു കണ്ണ് തന്നെ വേണ്ടേ? കാണാത്തതിനെയാണ് ഞങ്ങൾ നോക്കുന്നത്. ഇതാ നമ്മുടെ വ്യത്യാസം. ഇതാ വ്യത്യാസം. ഈ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി അല്ല ക്രിസ്തീയ ജീവിതം. കാണുന്നത് എന്തെങ്കിലുമൊക്കെ കർത്താവിൽ കൂടെ കിട്ടിയെങ്കിൽ അനുഭവിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ കാണാൻ മേലാത്ത, കണ്ടതിനേക്കാൾ വലിയ ഒരു സംഭവത്തിന് വേണ്ടിയാണ് ഈ കർത്താവിനെ നമ്മൾ സേവിക്കുന്നത്. അപ്പോസ്തലന്റെ വാക്ക് ധൃതി പിടിച്ച് വായിച്ചു പോയാൽ ഒരു പ്രയോജനമില്ല. കാണുന്നതിനെ അല്ല ഞങ്ങൾ നോക്കുന്നത്. എന്താ പൗലോസ് ഈ പറയുന്നതിൻ്റെ അർത്ഥം? കാണുന്നതിനെ അല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, കാണുന്നതിനെ അല്ല ഞങ്ങൾ സ്വപ്നം കാണുന്നത്, കാണുന്നതിനെ അല്ല ഞങ്ങൾ നോക്കുന്നത്. കാണാത്തതിനെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. എന്താ അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം നിസ്സാരമാണ്. കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തത് നിത്യം.
ഇവിടെ നമ്മളെ പരിശോധിക്കേണ്ട സമയം വന്നിരിക്കുന്നു. നമുക്ക് കാണാൻ മേലാത്ത ഒരു പ്രത്യാശയാണോ നമ്മെ നയിക്കുന്നത്? കർത്താവിനോട് നമ്മെ അടുപ്പിക്കുന്നത് കാണുന്ന കാര്യങ്ങളാണോ കാണാത്ത കാര്യങ്ങളാണോ? കർത്താവിനെ സ്തുതിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് കാണുന്ന കാര്യങ്ങളാണോ കാണാത്ത കാര്യങ്ങളാണോ? കർത്താവിനെ സ്നേഹിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് കാണുന്ന കാര്യങ്ങളോ കാണാത്ത കാര്യങ്ങളോ? കർത്താവിനെ ആരാധിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് ദൃശ്യമോ അദൃശ്യമോ ആയ കാര്യങ്ങൾ? കാണുന്ന കാര്യങ്ങൾ കർത്താവിൽ കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷേ അത് താൽക്കാലികമാണ്. കർത്താവ് തന്നതാണെങ്കിലും കാണാവുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ എഴുതിയിട്ടേക്കണം താൽക്കാലികം. കർത്താവ് തന്നതായിരിക്കും. ആരോഗ്യം, സമ്പത്ത്, സന്താനം, വീട് എല്ലാം ഒരു ചെറിയ അടിക്കുറിപ്പ് എഴുതിയിട്ടേക്കണം താൽക്കാലികം. അപ്പോൾ കാണുന്നതിനെയല്ല ഞങ്ങൾ നോക്കുന്നത്. കാണാത്തതിനെ ഞങ്ങൾ ഇങ്ങനെ നോക്കുക. അപ്പോൾ യേശുവിനെ വിശ്വസിച്ചതും യേശുവിനെ ആരാധിക്കുന്നതും കാണാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അതാണ് നമ്മുടെ സ്വപ്നം. അതാണ് ഭക്തന്മാരുടെ മുഴുവനും അകത്ത് കത്തിക്കൊണ്ടിരുന്ന തീയ്. ആ അദൃശ്യമായ ലോകത്തിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ഒരുക്ക സമയം മാത്രമാണ് ഈ ദൃശ്യലോകത്തിൽ നമ്മൾ ചെലവഴിക്കുന്നത്. കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 22:8 അബ്രഹാം ഒരു പ്രസ്താവന ചെയ്യുന്നുണ്ട്. അതിങ്ങനെയാണ്: ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരാട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ. താൻ കാണാത്തത് പറയുക, കാണാത്തത് വിശ്വസിച്ചു, കാണാത്തതിനെ സ്നേഹിച്ചു, കാണാത്തത് സഹിച്ചു, കാണാതെ സന്തോഷിച്ചു, കാണാതെ നടക്കുന്നു, കാണാതെ നോക്കുന്നു, കാണാതെ പ്രഖ്യാപിക്കുന്നു. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരാട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ. അത് അങ്ങ് പറയുക കാണാതെ. അതുപോലെ തന്നെ സംഭവിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവം നോക്കിയത് ഇവർ കണ്ണുകൊണ്ട് കണ്ടു. അപ്പനും കണ്ടു, മോനും കണ്ടു. ഇതേ അബ്രഹാമിനെ കുറിച്ച് പൗലോസ് എഴുതുന്നത്: ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായിട്ട് അവർ കാത്തിരുന്നു. പ്രിയരെ, ഈ വചനങ്ങളുടെ എല്ലാം പിൻബലത്തോടുകൂടെ നമുക്ക് നമ്മുടെ പ്രതീക്ഷകളെയും നമ്മുടെ സ്വപ്നങ്ങളെയും നമ്മുടെ കണ്ണിനെയും ഒന്നുകൂടെ മാറ്റുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഇന്ന് രാവിലെ പ്രബോധിപ്പിക്കുന്നു. കാണാത്ത ഒരു ലോകത്തിന് വേണ്ടി നമ്മുടെ കണ്ണുകളെ നമുക്ക് തുറക്കാം. കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്ര ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ കാണാത്ത ലോകത്തെക്കുറിച്ചുള്ള സ്വപ്നവും പ്രതീക്ഷയും നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ പ്രവർത്തനത്തെയും നമ്മുടെ ആരാധനയെയും നയിക്കട്ടെ. നമുക്ക് മുമ്പോട്ട് പോകാം. വാക്യം 9: ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. രക്ഷയെക്കുറിച്ചുള്ള മറ്റൊരു പ്രസ്താവന നമ്മൾ 4-ാം വാക്യത്തിൽ കണ്ടിരുന്നു. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ. ആ രക്ഷയ്ക്ക് വേണ്ടി വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾ ഇപ്പോൾ ആത്മരക്ഷ പ്രാപിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ രക്ഷയുടെ 2 അനുഭവം ഈ ഒരു അധ്യായത്തിലുണ്ട്. ഒന്ന്, നമ്മളിപ്പോൾ പ്രാപിച്ച ആത്മരക്ഷ. ഇതിനെയാണ് രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത്.
മറ്റൊന്ന് പ്രാപിക്കാൻ പോകുന്ന വരുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ. അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ. അതിനെ നമുക്ക് ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് എന്ന് മനസ്സിലാക്കാം. കർത്താവിൻ്റെ വരവിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്ന രൂപാന്തരത്തെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ പത്രോസ് ഇവിടെ പറഞ്ഞു വരുന്ന രണ്ട് കാര്യത്തിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ഈ ശുദ്ധീകരണ കാലഘട്ടം അഥവാ ദേഹിയുടെ വീണ്ടെടുപ്പ് എന്ന് പഠിപ്പിക്കാൻ പറ്റുന്ന ആ അനുഭവം. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നാം രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന അനുഭവമാണ് 9-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. നാം രക്ഷിക്കപ്പെടാൻ പോകുന്നു എന്ന അനുഭവമാണ് 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിനെല്ലാം തിരുവെഴുത്തിൽ വാക്യങ്ങൾ വായിക്കാനുണ്ട്. എബ്രായ ലേഖനം 9-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി യേശു തമ്പുരാൻ രണ്ടാമത് പ്രത്യക്ഷനാകും എന്ന് പറഞ്ഞതിനാൽ കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ, മടങ്ങി വരുമ്പോഴാണ് നമ്മുടെ രക്ഷ പൂർത്തിയാകുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് പ്രാപിക്കുന്നത് കർത്താവ് മടങ്ങി വരുമ്പോഴാണ്. അതിനെക്കുറിച്ചാണ് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20-21 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20-21 വാക്യങ്ങളിൽ അതിനെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ ആകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. നമ്മുടെ കർത്താവ് മടങ്ങി വരികയും തൻ്റെ അതുല്യമായ ശക്തിയാൽ നമ്മുടെ ഈ ശരീരത്തെ അവൻ്റെ ശരീരത്തോട് അനുരൂപരാക്കി തീർക്കുന്ന ആ അനുഭവമാണ് രക്ഷയുടെ ഭാവികാല അനുഭവം. അത് കിട്ടുന്നത് ഇപ്പോൾ രക്ഷിക്കപ്പെട്ടവർക്കാണ്. ഇപ്പോൾ ഇവിടെ വെച്ച് ആത്മരക്ഷ പ്രാപിക്കുകയും വിശുദ്ധ ജീവിതം നയിക്കുകയും ചെയ്യുന്ന ഭക്തന്മാർക്കാണ് തുടർന്നുള്ള ഈ ഭാവികാല രക്ഷ എന്ന ശ്രേഷ്ഠമായ അനുഭവം ലഭ്യമാകുന്നത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതിനെയാണ് ഈ കാണാത്തത് എന്ന അപ്പോസ്തലൻ ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ യേശുവിനെ വിശ്വസിച്ചതുകൊണ്ടും കർത്താവിനെ ആരാധിച്ചതുകൊണ്ടും നമുക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് ഇന്ന് വരെ ആരും കണ്ടിട്ടില്ല. അത് കാണാവുന്നതും അല്ല. അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു ഐഡിയ മാത്രം കിട്ടുന്ന വാക്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ വായിച്ചത്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. 1 യോഹന്നാൻ 3:3 ഇങ്ങനെ വായിക്കുന്നു: അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഈ വാക്യങ്ങളുടെ എല്ലാ അടിസ്ഥാനത്തിൽ ഈ മാനസാന്തരപ്പെടുക, രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക എന്ന് പറയുന്ന ആ ഒരു പ്രാഥമിക അനുഭവം പ്രാപിച്ചവർ തുടർന്ന് ആത്മീക വളർച്ച പ്രാപിച്ച് വളർന്നുകൊണ്ടേയിരിക്കുന്നു. അവരാണ് കർത്താവിൻ്റെ മടങ്ങിവരവിൽ
തന്നോട് അനുരൂപരായിത്തീരുന്നത്. അതുവരെ കാണാതെ വിശ്വസിച്ചുകൊണ്ട് ഇവിടെ ക്രിസ്തീയ ജീവിതം തുടരുന്നു. എങ്ങനെയാ ക്രിസ്തീയ ജീവിതം തുടരുന്നത് എന്ന് ഈ 9-ാമത്തെ വാക്യത്തിൽ നിന്ന് ഒന്നുകൂടി ഒന്ന് യാഥാർത്ഥ്യബോധത്തോടെ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. വാക്യം 9, ആത്മരക്ഷ പ്രാപിക്കുകയും, ഒന്നുറക്കെ വായിക്കാമോ ഈ ബോർഡിലോട്ട് നോക്കിയിട്ട്? ഇനിയൊരു ചോദ്യം, ശരിയാണോ? ശരിയാണോ? അക്ഷരത്തെറ്റുണ്ടോ എന്നല്ല ചോദിച്ചേ, ഈ സംഭവം ശരിയാണോ? ആർക്ക്? പത്രോസിന്. ആത്മരക്ഷ പ്രാപിച്ചാൽ എന്തുണ്ടാകണം? എങ്ങനെയുള്ള സന്തോഷം? പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ. ഇതിനേക്കാൾ കൂടുതൽ ഇനി അതിനൊരു ഡിഗ്രി കൂട്ടി പറയാനുണ്ടോ? ഉണ്ടോ? ഇനി ഇച്ചിരൂടെ ഒന്നൊരു വിശേഷിപ്പിച്ച ആ പദം ഒന്ന് പറയാൻ പറ്റുമോ? അപ്പം ഈ തർജിമക്കാരെന്തോരം വിഷമിച്ച് കാണുമെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. കാരണം ഇത് മലയാളത്തിലല്ലല്ലോ എഴുതിയത്. അങ്ങനെയാണെങ്കിൽ മൂലഭാഷയിൽ അവിടെ കൊടുത്തിരിക്കുന്നത് എന്തായിരിക്കും? സന്തോഷം സംബന്ധിച്ച് ലോകത്തിലേതെങ്കിലും സാഹിത്യത്തിൽ, ഏതെങ്കിലും ഡിക്ഷണറിയിലുള്ള മുഴുവൻ പദവും അരിച്ചു പെറുക്കി എടുത്തിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സന്തോഷം എന്ന വാക്കിനെ കുറിച്ച് ഏതെങ്കിലും സാഹിത്യത്തിൽ, ഏതെങ്കിലും ഡിക്ഷണറിയിൽ ഏതെങ്കിലും വാക്കുണ്ടോ അത് മുഴുവൻ തപ്പിയെടുത്തേച്ചാണ് ഇത് തർജ്ജിമ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ട്രാൻസ്ലേഷൻ മിനിസ്ട്രിയിൽ അധ്വാനിക്കുന്നവരുമായിട്ട് പരിചയപ്പെട്ടപ്പോഴാണ് മൂലഭാഷ കിടക്കുന്ന ആ വാക്ക് അതുപോലെ ഒന്നാക്കാൻ 2-3 വാക്കൊക്കെ ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരുമെന്ന്. കാരണം മാറ്റം വരാൻ പാടില്ലല്ലോ, കൂടിപ്പോകരുത്, കുറഞ്ഞു പോകരുത്. അപ്പോ രക്ഷയുടെ സന്തോഷം എന്ന സാധനം എഴുതാൻ വേണ്ടി പത്രോസ് എന്തൊരു കഷ്ടപ്പെട്ടു, തർജ്ജിമ ചെയ്തവർ എന്തൊരു കഷ്ടപ്പെട്ടു. ആത്മരക്ഷ പ്രാപിക്കുകയും, ബാക്കി പറഞ്ഞാട്ടെ, പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. ശരിയാണോ? ശരിയാണോ? ശരിയാണെന്ന് സമ്മതിക്കാം. ഇതിൽ കൂടി ഒരു സന്തോഷം ഒരു മനുഷ്യന് കിട്ടുമോ ഈ വാക്യം വെച്ചാണെങ്കിൽ? ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിൽ കൂടി ഒരു സന്തോഷം ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ലഭിക്കുമോ? ഇല്ല. ആകെ കുഴപ്പത്തിലാവുമോ നമ്മളിത് പഠിച്ചു വരുമ്പോൾ? കാരണം ഞാൻ രക്ഷിക്കപ്പെട്ടില്ലെന്നൊരു സംശയം വരുമോ? ഒരു മനുഷ്യൻ ആത്മരക്ഷ പ്രാപിച്ചാൽ അവന് കിട്ടുന്ന സന്തോഷത്തെ ഭൂമിയിൽ ഒരു സന്തോഷത്തോടും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പത്രോസിന്റെ വാദം. അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ അനുഭവം കൊണ്ടാണ്. നമ്മുടെ കാര്യം നമ്മൾ പരിശോധിക്കണം. ഇതുകൊണ്ടാണ് ലൂക്കോസ് 10 എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പീൻ എന്ന് പറഞ്ഞത്. സ്തോത്രം. ലൂക്കോസ് 10:20 17 മുതൽ വായിക്കുമ്പോൾ അവർ തിരിച്ചു വന്നു. കർത്താവ് അയച്ച ശിഷ്യന്മാർ തിരിച്ചു വന്നിട്ട് ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ പറഞ്ഞപ്പോൾ കർത്താവ് പറയുകയാണ്, അതിലൊന്നും അല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത്, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ. അപ്പോൾ
ഒരു മനുഷ്യന്റെ സന്തോഷത്തിന്റെ ഏറ്റവും കൂടിയ ലെവൽ എന്ന് പറയുന്നത് രക്ഷയുടെ സന്തോഷമാണ്. അപ്പൊ അത് അവന് ലഭിച്ചില്ലെങ്കിൽ അവനെ ഇനി സന്തോഷിപ്പിക്കാൻ ആർക്ക് കഴിയും? പത്രോസ് പറഞ്ഞിരിക്കുന്ന ഈ സന്തോഷം എന്തെന്ന് മനസ്സിലാക്കാൻ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇതുകൊണ്ടാണ് ആദിമ ക്രിസ്ത്യാനികൾ രക്തസാക്ഷികളാകാൻ മടിക്കാഞ്ഞത്. ഇതുകൊണ്ടാണ് ആദിമ ക്രിസ്ത്യാനികൾ രക്തസാക്ഷികളാകാൻ പേടിക്കാതിരുന്നത്. അതുകൊണ്ടാണ് അവരെ ഒന്നും ബാധിക്കാതിരുന്നത്. അതുകൊണ്ടാണ് അവരെ ആർക്കും പേടിപ്പിക്കാൻ പറ്റാതിരുന്നത്. അതുകൊണ്ടാണ് അവരുടെ സന്തോഷം എടുത്തു കളയാൻ പറ്റാഞ്ഞത്. അതുകൊണ്ടാണ് അവരുടെ സന്തോഷത്തെ കെടുത്തിക്കളയാൻ പറ്റാഞ്ഞത്. അവരുടെ ജീവനെ എടുക്കാൻ പറ്റിയെങ്കിലും അവരുടെ സന്തോഷത്തെ എടുക്കാൻ പറ്റിയിട്ടില്ല. സ്തേഫാനോസിനെ കുറിച്ച് വായിക്കുന്നത്, അവര് കോപം കൊണ്ട് നിറയുമ്പോൾ ഇവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. അവര് പല്ല് കടിക്കുമ്പോൾ ഇവൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവര് കല്ലെറിയുമ്പോൾ ഇവൻ കർത്താവിൻ്റെ മുഖം കാണുകയാണ്. ഇത്ര ശക്തമായൊരു മാർഗത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതതിൻ്റെ ഉള്ള നിലയിൽ അനുഭവിപ്പാൻ നമുക്ക് ഇടയാകണം. അതിനാണ് നമ്മൾ ഈ വചനം ധ്യാനിക്കുന്നത്. പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കാൻ ഇവർക്ക് എന്താ കിട്ടിയത്? ഇവർക്ക് കിട്ടിയത് രക്ഷ. പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുവാൻ ഇവർക്ക് എന്ത് കിട്ടി? ഒറ്റ കാര്യമേ ഉള്ളൂ അവിടെ എഴുതിയിരിക്കുന്നത്, ആത്മരക്ഷ. ഇത്ര വലുതാണോ ആത്മരക്ഷ? അതെ, ഇത്ര വലുതാണ് ആത്മരക്ഷ. ആ സന്തോഷം നിങ്ങൾക്ക് തരുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. യോഹന്നാന്റെ ലേഖനത്തിന്റെ 1-ാമത്തെ പേജിൽ ഇങ്ങനെയൊരു വാക്യമുണ്ട്. 1 യോഹന്നാൻ 1:4, നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. എന്ത് മനസ്സിലായി? രക്ഷിക്കപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് സന്തോഷം കിട്ടി. എന്നാൽ അത് പൂർണ്ണമാകണമെങ്കിൽ ഈ ലേഖനങ്ങൾ നിങ്ങൾ പഠിക്കണമെന്നല്ലേ അതിൻ്റെ അർത്ഥം? അല്ലേ? യേശുവിനെ നിങ്ങൾ രക്ഷകനായിട്ട് സ്വീകരിച്ചപ്പോൾ, കർത്താവിൻ്റെ അടുക്കൽ വന്നപ്പോൾ, പദങ്ങൾ ഏത് വേണേ ഉപയോഗിച്ചോളൂ. കർത്താവിനെ അറിഞ്ഞപ്പോൾ, കർത്താവിനെ അനുഭവിച്ചപ്പോൾ, കർത്താവിനെ രുചിച്ചപ്പോൾ, സ്വീകരിച്ചപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ സന്തോഷം ലഭിച്ചു എങ്കിൽ ആ സന്തോഷം അതിൻ്റെ പൂർണ്ണതയിലെത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലേഖനം എഴുതുന്നതെന്ന് യോഹന്നാൻ പറയുമ്പോൾ, യോഹന്നാൻ ലേഖനം എഴുതിയാൽ നമുക്ക് സന്തോഷം ഉണ്ടാവുമോ? ഇല്ല. പിന്നെ എപ്പോഴാണ് സന്തോഷം ഉണ്ടാകുന്നത്? ആ ലേഖനത്തിൻ്റെ അന്തസത്ത നമ്മുടെ അകത്ത് കയറുമ്പോഴാണ് നമ്മുടെ സന്തോഷം പൂർണ്ണമാകുന്നത്. സ്തോത്രം. അത് പറയുന്നതിന് മുകളിൽ എന്നാ പറഞ്ഞു നോക്കാം. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം യേശുക്രിസ്തുവിനെ കുറിച്ചാണേ. അവനെക്കുറിച്ച് ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായി നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാകുന്നു. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു എന്ന് പറഞ്ഞാൽ, യേശു കർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവനോട് കൂടെ നടന്നതുപോലെ തന്നെ അവൻ മരിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോയി കഴിഞ്ഞും ഞങ്ങൾ അവൻ്റെ കൂടെയാണ് നടക്കുന്നത്. ഞങ്ങളുടെ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് കർത്താവിനോടാണ്. അത് നിങ്ങളോട് ഞങ്ങൾ പറയുന്നത്, നിങ്ങളുടെയും ഫെലോഷിപ്പ് അവനോടൊപ്പം ആയാലേ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുള്ളൂ.
ഞങ്ങൾ എങ്ങനെ കർത്താവിൻ്റെ കൂട്ടായ്മയിൽ നടക്കുന്നോ അങ്ങനെ നിങ്ങളും കർത്താവിൻ്റെ കൂട്ടായ്മയിൽ നടന്നാലേ നിങ്ങൾക്ക് ഈ ക്രിസ്തീയ സന്തോഷത്തിൻ്റെ പൂർണ്ണ അളവ് കിട്ടത്തുള്ളൂ. അപ്പൊ ക്രിസ്തീയത എന്ന് പറയുന്നത് ഒരു ചതഞ്ഞ മാർഗമല്ല, എഴഞ്ഞു വലിഞ്ഞ് തള്ളി നീക്കിക്കൊണ്ട് പോകുന്ന ഒരു വണ്ടിയല്ല. പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുന്ന മാർഗമാണ് ക്രിസ്തീയ മാർഗം. എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ ഉയർച്ചകളോ താഴ്ചകളോ രക്ഷിക്കപ്പെട്ടവനെ ബാധിക്കത്തില്ലെന്ന്. ശാരീരികമായ ക്ഷീണങ്ങളോ ബലങ്ങളോ ബലഹീനതകളോ രോഗമോ രോഗസൗഖ്യമോ രക്ഷിക്കപ്പെട്ടവനെ തളർത്തുകയില്ലെന്ന്. ഇതിനെ എല്ലാം ഓവർകം ചെയ്യുന്ന ഒരു സന്തോഷമാണ് രക്ഷിക്കപ്പെട്ടപ്പോൾ ഇവന്റെ അകത്ത് കിട്ടിയിരിക്കുന്നതെന്ന്. ഹല്ലേലൂയ. എന്തിനാ നമ്മളിപ്പോൾ ഇന്ന് ഇങ്ങനെ മീറ്റിംഗ് വെച്ച്? നമുക്കൊക്കെ ആവശ്യത്തിന് മീറ്റിംഗ് ഉള്ളതല്ലേ, ചടങ്ങ് മീറ്റിങ്ങുകളിൽ എല്ലാവർക്കും ഉള്ളതല്ലേ. പക്ഷെ ഇതിൻ്റെ ആ ഒരു റിയാലിറ്റി നമുക്കൊന്ന് അറിയണ്ടേ? നമ്മൾ ഏതായാലും ഇതിനകത്ത് വന്നു പോയില്ലേ? ഒരു ചതഞ്ഞ ജീവിതം നയിക്കാനാണെങ്കിൽ നമുക്ക് ബൈബിളിൻ്റെ ആവശ്യമില്ല. ഒരു ചതഞ്ഞ ജീവിതം നയിക്കാനാണെങ്കിൽ നമുക്ക് ക്രിസ്തുവിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഏതെങ്കിലും ഒരു മതം പോരെ, നേരത്തെ നിന്നിടത്തൊക്കെ നിന്നാ പോരെ. അതിനേക്കാളെല്ലാം വ്യത്യസ്തമായൊരു അനുഭവത്തിന് വേണ്ടിയല്ലേ ഈ രക്ഷയിലേക്ക് കർത്താവ് നമ്മെ വിളിച്ചത്. ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. നമ്മളിവിടെ ഒരു ആത്മാർത്ഥത കാണിക്കണം. നമ്മുടെ സന്തോഷം ഭൗതിക കാര്യങ്ങളിൽ അധിഷ്ഠിതമാണെങ്കിൽ പത്രോസ് പറഞ്ഞിടത്തോട്ട് നമ്മൾ എത്തിയിട്ടില്ല. ഇതാണ് സത്യം. സത്യം എപ്പോഴും ഒന്നേ ഉള്ളൂ. നമ്മുടെ സന്തോഷം ഇപ്പോഴും ഭൗതിക കാര്യങ്ങളിൽ അധിഷ്ഠിതമാണെങ്കിൽ പത്രോസ് പറഞ്ഞിടത്തേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ആത്മരക്ഷ പ്രാപിച്ചു എന്ന ഏക കാരണത്താൽ പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുന്ന ശ്രേഷ്ഠമായ അനുഭവം എൻ്റെ പൊന്നു കർത്താവേ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നൊന്ന് പറഞ്ഞെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. എന്നെങ്കിലും ഒരിക്കൽ കപടഭക്തിയുടെ പൊയ്മുഖങ്ങൾ വലിച്ചു കീറേണ്ടി വരും. ഒരു സ്ഥലത്ത് കേരളത്തിന് പുറത്ത് ഒരു സ്ഥലത്ത് രക്ഷയെക്കുറിച്ച് ക്ലാസ് എടുത്തപ്പോൾ സഭയിലെ സെക്രട്ടറി അന്ന് രക്ഷിക്കപ്പെടാൻ തീരും. അവരുടെ പാപങ്ങളെയും തെറ്റുകളെയും കുറ്റങ്ങളെയും എല്ലാം കർത്താവ് എന്നേക്കുമായിട്ട് അങ്ങ് ക്ഷമിച്ചിട്ട് അവരെ ഉന്നതമായ പദവിയിലേക്ക് ഉയർത്തുന്നു. ദൂതന്മാർക്ക് പോലും ലഭിക്കാത്ത പദവി അവർക്ക് കൊടുക്കുന്നു. ഈ വിലയേറിയ അനുഭവത്തിലേക്ക് ഒരു തലമുറ വരുന്നു എന്ന് ഇവരിങ്ങനെ പ്രവചിച്ച് എഴുതിയിട്ടു. പക്ഷെ അവർക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയയും കിട്ടാഞ്ഞുകൊണ്ട് അവരിതിനെക്കുറിച്ച് ആരാഞ്ഞു എന്ന്. ഈ ആരാഞ്ഞു എന്ന് പറയുന്നതിന് നമുക്കൊരു ചെറിയ ക്ലൂ കിട്ടും. ദാനിയേലിൻ്റെ പുസ്തകം നോക്കിയാൽ, ദാനിയേലിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം അത് ആരായുന്നത് നമുക്ക് കാണാൻ പറ്റും. ദാനിയേലിൻ്റെ പുസ്തകം 12-ാം അധ്യായം 7-ാമത്തെ വാക്യം. ശണവസ്ത്രം ധരിച്ച് നദിയിലെ വെള്ളത്തിന്മീതെ നിൽക്കുന്ന പുരുഷൻ വലങ്കയും ഇടങ്കയും സ്വർഗത്തിലേക്ക് ഉയർത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനാണ്. ഇനി കാലവും കാലങ്ങളും കാലാർത്ഥവും. ഒരു കാലം, ഇരുകാലം, അരക്കാലം, 1 വർഷം, 2 വർഷം, അരവർഷം, 3.5 വർഷത്തിൻ്റെ ഒരു കണക്കാണത്. ചെല്ലും. അവർ വിശുദ്ധ ജനത്തിൻ്റെ ബലത്തെ തകർത്ത് കളഞ്ഞ ശേഷം ഈ കാര്യങ്ങളൊക്കെയും നിവൃത്തിയാകും എന്നിങ്ങനെ സത്യം ചെയ്യുന്നത് ഞാൻ കേട്ടു. 8-ാം വാക്യം. ഞാൻ കേട്ടുവെങ്കിലും ഗ്രഹിച്ചില്ല. നമുക്കെന്ത് മനസ്സിലാക്കാം? ദാനിയേൽ പ്രവചനം ദാനിയേലിന് മനസ്സിലായില്ല. ഞാൻ കേട്ടുവെങ്കിലും ഗ്രഹിച്ചില്ല. ദാനിയേൽ പ്രവചനം എഴുതി തീർക്കുമ്പോൾ ദാനിയേൽ പറയുകയാണ് ഞാൻ കേട്ടെങ്കിലും ഗ്രഹിച്ചില്ല.
എങ്കിലും ഞാൻ അങ്ങ് എഴുതിയിടുക. ദൈവിക ഇടപെടലുകൾ മനസ്സിലായില്ലെങ്കിലും വിശ്വസിച്ചോണം. ദൈവിക ഇടപെടലുകൾ മനസ്സിലായില്ലെങ്കിലും വിശ്വസിക്കുക. മനസ്സിലാകാത്തത് നമ്മൾ വളരാത്തതുകൊണ്ട്. കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോഴേ നമുക്ക് ചിലത് മനസ്സിലാകത്തുള്ളൂ. ചില ദർശനങ്ങളുടെ അർത്ഥം പിടികിട്ടണമെങ്കിൽ മറ്റൊരു ദർശനം കിട്ടണം, ഇല്ലെങ്കിൽ ഒരു സംഭവത്തിലൂടെ നാം കടന്നു പോകണം. അപ്പോൾ ദൈവിക ഇടപെടലുകളും ദൈവിക കാര്യപരിപാടികളും നമുക്ക് മനസ്സിലാകണമെങ്കിൽ ചിലപ്പോൾ കുറച്ച് കാലം കഴിയണമായിരിക്കും. ദൈവം അത് അറിയിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ദാനിയേലിനത് മനസ്സിലായില്ല. ഉടനെ ദാനിയേൽ ചോദിച്ചു. ആകയാൽ ഞാൻ യജമാനെ ഈ കാര്യങ്ങളുടെ അവസാനം എന്തായിരിക്കും എന്ന് ചോദിച്ചു. അതിന് അവൻ ഉത്തരം പറഞ്ഞത്, ദാനിയേലേ, പൊയ്ക്കൊള്ളുക, ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടും ഇരിക്കുന്നു. 13-ാം വാക്യം, നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാം. ഈ എഴുതി വെച്ച സംഭവങ്ങളൊക്കെ കുറിച്ച് ഒന്നും മനസ്സിലാക്കുകയാണേ നല്ലതാണല്ലോ എന്ന് ഓർത്ത് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ ദൈവം തമ്പുരാൻ പറഞ്ഞു, നീ പോയി വിശ്രമിച്ചോ, കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരും. അതിൻ്റെ അർത്ഥം, നീ പ്രവചിച്ചതിനും വിശുദ്ധിയോടെ ജീവിച്ചതിനും ഒരു കൂലിയുണ്ട്, അത് തന്നോളാം. ഇതിൻ്റെ അർത്ഥമൊന്നും ചോദിക്കണ്ട, കാരണം നിനക്കത് മനസ്സിലാകുകയില്ല. ഇതിനി കുറേ കൊല്ലം കഴിഞ്ഞ് സംഭവിക്കാൻ പോണ കാര്യമാണ്. ദാനിയേൽ എഴുതിയ ദാനിയേൽ പ്രവചനത്തിൻ്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ വെളിപ്പാട് എഴുതാനുള്ള പുള്ളി ജനിച്ചിട്ട് പോലുമില്ല. വെളിപ്പാട് പുസ്തകം എഴുതാനുള്ള പുള്ളി ജനിച്ചിട്ടില്ല. അപ്പം അങ്ങേര് ജനിച്ച് വളർന്ന് വെളിപ്പാട് പ്രാപിച്ച് എഴുതുമ്പോഴേ ദാനിയേൽ പ്രവചനത്തിൻ്റെ വ്യാഖ്യാനത്തിനുള്ള കീ കിട്ടത്തുള്ളൂ. ദാനിയേൽ പ്രവചനത്തിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ കീ വെളിപ്പാട് പുസ്തകത്തിലാണ് കിടക്കുന്നത്. എന്തിനാ നമ്മളിപ്പോൾ ഇത് പഠിക്കുന്നത്? ഇതാ ക്രിസ്തീയ ജീവിതം. മുഴുവൻ കാര്യവും ഇവിടെ വെച്ച് മനസ്സിലാകുകയില്ല, പക്ഷേ മുഴുവൻ കാര്യത്തിനും കൂലി കിട്ടും. സഹിച്ചതിനും പ്രവർത്തിച്ചതിനും കൊടുത്തതിനും തെറ്റിദ്ധരിക്കപ്പെട്ടതിനും എല്ലാം പ്രതിഫലമുണ്ട്. ഒരു പാത്രം വെള്ളം കൊടുത്താൽ പ്രതിഫലമുണ്ട്. അതുകൊണ്ട് ഒട്ടും സംശയിക്കേണ്ട, പ്രതിഫലം ഉറപ്പാണ്. പക്ഷെ മുഴുവൻ കാര്യവും മനസ്സിലാക്കിയിട്ടല്ല ഒരൊറ്റ വിശ്വാസി പോലും ക്രിസ്തീയ ജീവിതം നയിച്ചത്. കാരണം ഇത് കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രേ നടക്കുന്നത്. അതുകൊണ്ട് എല്ലാ കാലത്തും ദൈവാശ്രയത്തിലേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരു വ്യക്തത, പൂർണ്ണമായ വ്യക്തത എല്ലാ വിഷയത്തിലും കിട്ടിയെന്ന് വരില്ല. ദാനിയേൽ എഴുതി വെച്ചെങ്കിലും ദാനിയേലിനൊന്നും മനസ്സിലായില്ലെന്ന് ദാനിയേൽ തന്നെ സമ്മതിക്കുന്നു. ദാനിയേൽ കൂടെ ചോദിച്ചപ്പോൾ പറഞ്ഞു, നീ പൊയ്ക്കോ, നിനക്കതിപ്പം മനസ്സിലാകുകയില്ല. സ്തോത്രം. ഇതാണ് പത്രോസ് എഴുതുന്നത്. ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും കുറിച്ച് മുൻകൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ചതിന് സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. തങ്ങൾക്കായിട്ടല്ല, നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നുവെന്ന് അവർക്ക് വെളിപ്പെട്ടു. ഈ പ്രവാചകന്മാർക്ക് ഏറ്റവും ഒടുവിലൊരു കാര്യം വെളിപ്പെട്ടു. നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു തലമുറയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ശുശ്രൂഷ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് പ്രബോധനം അവിടെ കിട്ടുന്നുണ്ട്. ഒന്ന്, നമ്മളറിയാത്ത പലർ നമുക്ക് വേണ്ടി ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്കൊരു ആത്മീക ശുശ്രൂഷ ഒരു വ്യക്തിയിൽ നിന്ന്, ഒരു പാസ്റ്ററിൽ നിന്ന്, ഒരു കുടുംബത്തിൽ നിന്ന് ഒരു ആത്മീക പ്രചോദനം ലഭിച്ചാൽ അദ്ദേഹത്തെ ഒന്ന് ബഹുമാനിക്കാനും ആദരിക്കാനും ഒരു സ്തോത്രാഴ്ച കൊടുക്കാനും നമുക്കൊരു പ്രേരണ വരുമോ? ഇല്ലേ? നമുക്കൊരു ആത്മീക അനുഗ്രഹം എവിടുന്നെങ്കിലും ലഭിച്ചാൽ അവരെ ഒന്ന് ആദരിക്കാൻ ഒരു പ്രേരണ നമുക്കുണ്ടാവും. ഓക്കെ.
പക്ഷെ നമുക്ക് ഒരിക്കൽ പോലും ആദരിക്കാനോ ബഹുമാനിക്കാനോ കഴിയാത്തവരും നമ്മുടെ ആത്മീയ വളർച്ചയുടെ പുറകിൽ അധ്വാനിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ പറയാം, ഒരിക്കൽ പോലും അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും നമുക്ക് പറ്റിയിട്ടുണ്ടാവുകയില്ല. അത്രമാത്രം നമ്മുടെ ഭാവനയ്ക്കപ്പുറത്താണ് നമ്മെ ഇവിടെ വരെ കൊണ്ടുവന്ന ദൈവ പദ്ധതി. അതുകൊണ്ട് രണ്ടാമത്തെ പ്രബോധനം നമ്മൾ ശുശ്രൂഷിക്കുന്നതിൻ്റെയും പൂർണ്ണമായ അംഗീകാരം ഇവിടെ വെച്ച് കിട്ടാൻ കൊതിക്കരുത്. നമ്മൾ ശുശ്രൂഷിക്കുന്നതിൻ്റെയും പൂർണ്ണമായ അംഗീകാരം ഇവിടെ വെച്ച് കിട്ടാൻ കൊതിക്കരുത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു തലമുറയായിരിക്കും ഇതിൻ്റെ നന്മ അനുഭവിക്കുന്നത്. നമ്മൾ പ്രസംഗിച്ചതിൻ്റെയും പ്രവചിച്ചതിൻ്റെയും എഴുതിയതിൻ്റെയും എല്ലാം എഫക്റ്റ് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. സ്തോത്രം. അങ്ങനെ കണ്ടാൽ, അങ്ങനെ കേട്ടാൽ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. ഇന്നലെ രാത്രി പാലക്കാട് നിന്ന് യോഗം കഴിഞ്ഞ് ഇങ്ങോട്ട് പോരുക, അക്രൈസ്തവരായ ആളുകൾ മാത്രം തിങ്ങിക്കൂടിയൊരു മീറ്റിങ്ങാണ്. രാത്രി ഞങ്ങൾ വണ്ടി ഓടിച്ചിങ്ങനെ പോന്നുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ വരിക അവിടുന്ന്. ആ ദേശക്കാരനായ ഒരു പുരാതന രാഷ്ട്രീയ പ്രവർത്തകനും മതഭക്തനുമായ ഒരു അക്രൈസ്തവൻ ആ യോഗം നടത്തിയ ആളെ വിളിച്ചിട്ട് പറഞ്ഞു, യേശുവിനെ ഞങ്ങൾക്കറിയാം, യേശുവിനെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, യേശുവിനെ കുറിച്ച് ഞങ്ങൾക്ക് പല കാര്യങ്ങളും അറിയാം, പക്ഷേ ഇന്നലെ ഞങ്ങളൊരു പുതിയ യേശുവിനെയാണ് കണ്ടത്, ഈ യേശുവിനെ അറിയണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എത്ര യേശു ഉണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അവർക്ക് കിട്ടിയത് വേറെ ഏതോ യേശുവിനെയാ. അത് പൗലോസ് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് വേറൊരാൾ പറഞ്ഞപ്പോഴാണ് കുറച്ചുകൂടെ ക്ലിയർ ആയത്. പൗലോസ് പറഞ്ഞില്ലേ, അത് വേറൊരു യേശു, അത് മറ്റൊരു സുവിശേഷം എന്ന് പറഞ്ഞില്ലേ? അതെ, ഒരു മനുഷ്യൻ, ഒരു അക്രൈസ്തവൻ പറയുക, ഞങ്ങൾ യേശുവിനെയൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത് വേറൊരു യേശുവാണ്, ഇതറിയണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അത് നമുക്ക് എനർജി തരുന്ന കാര്യമാണ്. ആ വാക്കുകൾ നമുക്ക് ശക്തി തരും. പക്ഷേ ഇവർക്ക് ആര് ശക്തി കൊടുത്തെന്നാ പത്രോസ് ചോദിക്കുന്നത്? യേശുവിനെ കുറിച്ചുള്ള ഈ പ്രവചനങ്ങൾ എഴുതി വെച്ച് യെശയ്യാവിന് ആരെങ്കിലും എനർജി കൊടുത്തോ? ഓ യെശയ്യാവേ, നിന്റെ ദൂത് ഭയങ്കരമായിരുന്നു കേട്ടോ, ആരും പറഞ്ഞില്ല. യെശയ്യാവിനും മനസ്സിലായില്ല. ആ തലമുറയിൽ ഒറ്റ ആൾക്കും യെശയ്യാവിൻ്റെ ദൂത് പിടികിട്ടിയില്ല. ഇവിടെ ശുശ്രൂഷകന്മാർക്കൊരു കൊച്ചു പ്രതീക്ഷ തരികയാണ്. ഒരൊറ്റ മനുഷ്യനും അനുമോദനത്തിൻ്റെ വാക്കുകൾ പറഞ്ഞില്ലെങ്കിലും നിയോഗത്തിനനുസരിച്ച് ശുശ്രൂഷിച്ചാൽ നിത്യതയിൽ അതിന് പ്രതിഫലമുണ്ട്. ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുൻപിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയമേതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നുവെന്ന് അവർക്ക് വെളിപ്പെട്ടു. നമുക്ക് വേണ്ടി അവർ ശുശ്രൂഷിച്ചെന്ന് 750 കൊല്ലം മുമ്പ്, 1000 കൊല്ലം മുമ്പ് അവരെ എനിക്ക് വേണ്ടി ശുശ്രൂഷിച്ചെന്ന് പത്രോസ് പറയുക. തങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി അത്രേ അവരാ ശുശ്രൂഷ ചെയ്തതെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് എനിക്ക് വേണ്ടി അവർ ആത്മാവിൽ ശുശ്രൂഷിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അനുഗ്രഹം അനുഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പ്രതീക്ഷയില്ലാതെ എന്തെങ്കിലുമൊക്കെ കർത്താവിന് വേണ്ടി അങ്ങ് ചെയ്തുകൂടെ? ഒരു റിസൾട്ടും കിട്ടാത്ത ചിലതും കൂടെ ചെയ്തിട്ടേര്, ഇതിന്റെ അനുഗ്രഹം വേറെ ചിലർ പ്രാപിക്കും. ചില സമയത്ത് ഒരു ഐഡിയയും ഇല്ലാതെ കുറെ നേരം ഇരുന്ന് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് പറയല്ലേ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ആകാശത്തെ നോക്കി മുട്ടി യുദ്ധം ചെയ്യുന്നു എന്നൊക്കെ പൗലോസ് പറയുന്നില്ല. എന്താന്നൊരു പിടിയില്ലാതെ ഇരുന്ന് പ്രാർത്ഥിക്കുക. ഇതിൻ്റെ ഒന്നും റിസൾട്ട് ഇവിടെ വെച്ച് കാണുമെന്ന് പ്രതീക്ഷിക്കരുത്. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്ര ഞങ്ങൾ നടക്കുന്നത്.
കാണുന്നതിനെയല്ല, കാണാത്തതിനെ അത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ മാർഗത്തിൽ മുമ്പോട്ട് പോകുവാൻ വിശ്വാസം അനിവാര്യമാണ്. വല്ലപ്പോഴും ഒരിക്കൽ ഒരാളൊരു നല്ല വാക്ക് പറയുമ്പോൾ ശുശ്രൂഷയിൽ സന്തോഷവും, വല്ലപ്പോഴും ഒരിക്കലും ഒരാളൊരു വിമർശനത്തിൻ്റെ വാക്ക് പറയുമ്പോൾ എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് താഴോട്ടും പോകുന്ന ഒരു ജീവിതമാണ് നമുക്കുള്ളത്. നല്ല വാക്ക് 3 ടൺ പറഞ്ഞാൽ കിട്ടുന്നതിനേക്കാൾ എഫക്റ്റാണ് നെഗറ്റീവ് വാക്ക് 1/2 കിലോ പറഞ്ഞാൽ. ശരിയാണോ? ശരിയല്ലേ? അപ്പം ഞാൻ കർത്താവിനോട് ചോദിച്ചത് എന്നാ പരിപാടി? അപ്പം കർത്താവ് പറഞ്ഞു, നീ നല്ല വാക്ക് കേട്ടപ്പോൾ ഇച്ചിരി പൊങ്ങിയില്ലേ, അതങ്ങ് കുറച്ചാൽ മതി, അന്നേരം ഇതും കുറഞ്ഞോളൂ എന്ന്. സ്വതന്ത്രം. അംഗീകാരത്തിൽ ആകൃഷ്ടനാകാതിരിക്കുക, അപ്പോൾ അവഹേളനത്തിൽ അപമാനിതനാകാതിരിക്കാൻ പറ്റും. സ്തോത്രം. തങ്ങൾക്കായിട്ടല്ല, നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ഈ ശുശ്രൂഷ ചെയ്യുന്നുവെന്ന് അവർക്ക് വെളിപ്പെട്ടു. ശുശ്രൂഷകന്മാർക്കുള്ള ഒരു സന്ദേശം ഇവിടെയുള്ളത് എന്താണെന്നറിയോ? ക്രിസ്തീയ ശുശ്രൂഷയുടെ യഥാർത്ഥ പ്രതിഫലം മനുഷ്യരിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ് കിട്ടേണ്ടത്. ഒന്നുകൂടെ പറയാം. ക്രിസ്തീയ ശുശ്രൂഷയ്ക്കുള്ള യഥാർത്ഥ അംഗീകാരവും യഥാർത്ഥ കൂലിയും യഥാർത്ഥ പ്രതിഫലവും മനുഷ്യരിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നത്രേ ലഭിക്കേണ്ടത്. ഇത് നമ്മുടെ മനസ്സിനോട് നമ്മൾ പറഞ്ഞ് സമ്മതിപ്പിക്കണം. ഇന്ന് നമ്മൾ വായിക്കുന്ന പ്രധാനപ്പെട്ട പല പുസ്തകങ്ങളുടെയും എഴുത്തുകാരെക്കുറിച്ച് ഞാൻ വായിച്ചപ്പോൾ ആ പുസ്തകമൊന്നും അവർ കണ്ടിട്ട് പോലും ഇല്ലെന്ന്. നമ്മുടെ കൈകളിലൊക്കെ എത്തിയിട്ടുള്ള പല ഇംഗ്ലീഷ് എഴുത്തുകാരുടെയും പല പുസ്തകങ്ങളും അവരല്ലെന്ന് എഴുതിയത്, അവർ കുറിച്ചിട്ടു, ചുമ്മാ നോട്ട്. അവരുടെ ശിഷ്യന്മാരതിൻ്റെ വില മനസ്സിലാക്കിയിട്ട് പുസ്തകമാക്കി. അപ്പോൾ പുസ്തക പ്രകാശനത്തിന് പുള്ളി ഉണ്ടായിരുന്നോ? പുസ്തക പ്രകാശനത്തിന് ഗ്രന്ഥകാരനുണ്ടായിരുന്നോന്ന്? ഇല്ല. ഗ്രന്ഥകാരൻ്റെ ഫോട്ടോ പിറ്റേ ആഴ്ചത്തെ പത്രത്തിൽ വന്നോ? ഗ്രന്ഥകാരൻ പുത്തൻകുരിശി കിടക്കുക, പിന്നെ എങ്ങനെ പത്രത്തിൽ വരുന്നത്? പുത്തൻകുരിശ് എന്നതിൻ്റെ അർത്ഥം സെമിത്തേരിന്നേ ഉള്ളൂ കേട്ടോ. കാരണം ഈ ഭാഗത്തുള്ള എല്ലാവരും അങ്ങോട്ടാണല്ലോ. ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ഓർക്കാനായി പറയുന്നു. സ്വതന്ത്രം. അന്നേരം ഇന്നത്തെ കാലഘട്ടവും അതുമായിട്ടൊക്കെ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുക. അവരൊക്കെ ചെയ്ത സേവനങ്ങൾ ഇത്ര വിലയുള്ളതാണെന്ന് അറിയുന്നതിന് മുമ്പ് അവരെവിടെ പോയി? മുമ്പേ പറഞ്ഞ സ്ഥലത്ത് പോയി. അവരൊക്കെ ചെയ്ത സേവനങ്ങൾ ഇത്ര പ്രഷ്യസ് ആണെന്ന് അവരറിഞ്ഞില്ല. അതവരുടെ തലമുറകളിൽപ്പെട്ട ശിഷ്യന്മാരിൽപ്പെട്ട ആരോ ഈ എഴുത്തുകൾ വിലയുള്ളതാണല്ലോ എന്ന് അറിഞ്ഞ് തപ്പിപ്പെറുക്കി പുസ്തകമാക്കി. അവരെഴുതിയിട്ടേച്ച് പോയ പാട്ടുകൾ വിലയുള്ളതാണെന്ന് കുറെ കൊല്ലം കഴിഞ്ഞ് ആളുകൾ പാടിയപ്പോൾ, അയ്യോ ഇത് എന്നാ പാട്ടാന്നൊക്കെ ഇപ്പം ആളുകൾ പറയുക. ഇത് പറഞ്ഞ് കേട്ടൊന്ന് സന്തോഷിക്കാൻ അവർക്ക് ബാക്കി കിട്ടിയില്ല. സ്തോത്രം. കൂരിരുൾ തിങ്ങിളും പാതകളിൽ കൂട്ടുകാർ വിട്ടുപോകും വേളകളിൽ. അതെ, ആ വരികൾ എഴുതിയ ആളെക്കുറിച്ച് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ച ആ ആൾ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. സ്തോത്രം. നടത്തിയിടുന്നു ദൈവം എന്നെ, നടത്തിയിടുന്നു നാൾ തോറും വൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു നാൾ തോറും വൻ കൃപ. അംഗീകാരങ്ങൾക്ക് വേണ്ടിയും ആദരവുകൾക്ക് വേണ്ടിയും ബഹുമാനങ്ങൾക്ക് വേണ്ടിയും തലനീട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആരും ഒന്നും വെറുതെ കൊടുക്കുന്നില്ല. എന്തെങ്കിലും ചെയ്തെങ്കിൽ അതിന് പ്രതിഫലം കിട്ടണം, അംഗീകാരം കിട്ടണം. അത് ഒട്ടും വൈകാതെ കിട്ടണം. അങ്ങനത്തെ ഒരു സംസ്കാരത്തിന് നടുവിൽ നമ്മൾ ജീവിക്കുമ്പോൾ
ഈ മാർഗത്തിന് വേണ്ടി കൊടുത്തവർക്കാർക്കും ഒരു അംഗീകാരവും അവരുടെ തലമുറ കിട്ടിയിട്ടില്ല. ഈ മാർഗത്തിന് വേണ്ടി ഈ പുസ്തകം തർജ്ജിമ ചെയ്തവർ ഈ പുസ്തകം ഇത്ര പ്രയോജനപ്പെടുമെന്ന് അറിഞ്ഞോ? വിശ്വാസത്താലങ്ങ് ചെയ്യുമായിരുന്നു. ഈ പുസ്തകം തർജ്ജിമ ചെയ്തതിൻ്റെ കഷ്ടപ്പാട് അറിഞ്ഞാൽ നമ്മൾ ഇത് ഒരു 10-15 പ്രാവശ്യം വായിച്ചു തീർക്കും. ഇതിൻ്റെ തർജ്ജിമ ചെയ്തതിൻ്റെ കഷ്ടപ്പാട് അറിഞ്ഞാൽ, മൂലഭാഷയ്ക്ക് കോട്ടം വരാതെ ഓരോ വാക്കും ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കാൻ വർഷങ്ങൾ കഠിനാധ്വാനം ചെയ്തപ്പോൾ ഈ പുസ്തകത്തിന് വേണ്ടി അവർ കൊടുത്ത വില വലുതാ. പക്ഷെ അതിന് തക്കെ ഒരു അംഗീകാരമോ ബഹുമാനമോ ഈ ഭൂമിയിൽ അവർക്ക് കിട്ടിയിട്ടുള്ളവർ വളരെ കുറവാണ്. ക്രിസ്തീയമായ മുതലുമുടക്കുകളെല്ലാം ചെയ്തവർ ആരും അറിയപ്പെടാതെ നിത്യതയിലേക്ക് പോയി. ആരും അറിയാതെ ഇവിടെ നിന്ന് പോയി. അംഗീകാരത്തിന് വേണ്ടിയും പ്രതിഫലത്തിന് വേണ്ടിയും നെട്ടോട്ടമോടുന്ന ഈ സമൂഹത്തിൽ ഈ മിഷണറിമാർ ആരും ഒന്നും ചെയ്യുമെന്നോർത്തല്ല ചെയ്തത്. അവരങ്ങ് എറിയുകയായിരുന്നു. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേലെറിയുക, എറിയ നാൾ കഴിഞ്ഞിട്ട് നിനക്ക് ലഭിക്കും. ആ ഒരു അനുഭവത്തിലേക്ക് ദൈവസഭയും ദൈവദാസന്മാരും മടങ്ങി വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അംഗീകാരവും ആദരവും. എനിക്ക് അംഗീകാരം കിട്ടിയില്ല, എനിക്ക് ആദരവ് കിട്ടിയില്ല, എന്നെ അറിഞ്ഞില്ല, എന്നെ ഉയർത്തിയില്ല, ഈ ഒരു സങ്കടം എല്ലാ പ്രസ്ഥാനത്തിലുമുണ്ട്. പക്ഷേ കർത്താവിൻ്റെ മാർഗത്തിൽ അത് ഇല്ല. കാരണം കർത്താവ് അങ്ങനെയല്ലല്ലോ പഠിപ്പിച്ചത്. കർത്താവിന് സ്തോത്രം. നമ്മൾ ധ്യാനിച്ചു വരുന്ന ചിന്ത അതാണ് നമുക്ക് തരുന്നത്. തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ തങ്ങളാ ശുശ്രൂഷ ചെയ്യുന്നുവെന്ന് അവർക്ക് വെളിപ്പെട്ടു. നമുക്ക് വേണ്ടി നമ്മളറിയാത്തവർ ശുശ്രൂഷിച്ചിട്ടുണ്ട് എന്ന തിരിച്ചറിവാണ് ഈ വചനം. നടന്ന കാര്യ പുള്ളി അന്നത് ഒതുക്കി വെച്ചു. വ്യാഴം വെള്ളിയാഴ്ചയും പുള്ളി യോഗത്തിലിരുന്ന് വല്ലാതെ വിഷമിക്കുന്നുണ്ട്. എല്ലാവരും ദൈവത്തെ സ്തുതിക്കുമ്പോൾ പുള്ളി ആകെ ഒരു ആശയക്കുഴപ്പത്തിലാകുന്നത് മുഖത്ത് നോക്കിയാൽ അറിയാം. കുറച്ച് പേരെ ഉള്ളതുകൊണ്ട് എല്ലാവരുടെയും മുഖം കാണാമായിരുന്നു. പുള്ളി ഞായറാഴ്ച എഴുന്നേറ്റു, സാക്ഷിക്ക് സമയമില്ലെന്ന് എടുത്തു പറഞ്ഞിട്ടും എഴുന്നേറ്റു. എനിക്ക് പറയണമെന്ന് പറഞ്ഞു. ഇന്നാണ് രക്ഷ എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതൊരു ഭയങ്കര ധൈര്യം തന്നെയായിരുന്നു പുള്ളി അങ്ങനെ കാണിച്ചത്. കാരണം പുള്ളി അതുവരെ ഉണ്ടാക്കി വെച്ച ഇമേജ് മുഴുവൻ ഇടിഞ്ഞ് താഴോട്ട് വീഴുക ഒറ്റ നിമിഷം കൊണ്ട്. കാരണം പുള്ളി സഭയിലെ ലീഡിങ് വിശ്വാസിയാണെന്ന് ആളുകൾ ധരിച്ചു വെച്ചിരുന്നത്. അത് കഴിഞ്ഞ് പുള്ളി പറഞ്ഞു, ഞാനിവിടെ വന്നപ്പോൾ ഒരു ജോലിയൊന്നും ഇല്ലായിരുന്നു, മലയാളികളുമായിട്ടൊന്നും വലിയ ബന്ധമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഒരു മലയാളി അച്ചായൻ എനിക്ക് ജോലി മേടിച്ചു തന്നു. പുള്ളിക്കാരൻ എന്നോട് യോഗത്തിന് വരുന്നോന്ന് ചോദിച്ചു. വന്നേക്കാം, കാരണം ജോലി പോകാതിരിക്കട്ടെ എന്നോർത്ത് ഞാൻ വന്നു. കുറേ ദിവസം വന്നപ്പോൾ പുള്ളി ഇങ്ങനെ എന്നെ തോണ്ടി സാക്ഷി പറയാൻ പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് ഏതാണ്ട് പറഞ്ഞായിട്ട് ഓർക്കുന്നുണ്ട്. ഉടനെ പാസ്റ്റർ എന്നോട് ചോദിച്ചു, സ്ഥാനപ്പെടുന്നു പെട്ടേക്കാന്ന് പറഞ്ഞു. കാരണം ജോലിയല്ലേ നമ്മളെ സംബന്ധിച്ച് പ്രധാനം. സത്യമായിട്ടും പറഞ്ഞാൽ കേട്ടോ. എന്നിട്ട് പുള്ളി പറഞ്ഞു, ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ ഇത് ഒറ്റ മനുഷ്യരോട് പറയാറില്ല. സ്തോത്രം. അപ്പം അങ്ങനെയൊക്കെയുള്ള ആളുകൾ സഭയിലുണ്ടെന്നുള്ള കാര്യം എനിക്ക് അന്നാ മനസ്സിലായത്. എന്നാൽ അതിനകത്ത് ഒരു നല്ല വശമുണ്ട്. അങ്ങനെയെങ്കിലും ഒരാൾ വന്നല്ലോ. ആരുമില്ലാതെ എങ്ങനെ യോഗം നടത്തുന്നത്? അപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഈ ദൈവം നല്ലവനായതുകൊണ്ടും കരുണയുള്ളവനായതുകൊണ്ടും അതും നന്മയ്ക്കാക്കി മാറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ മനുഷ്യന് സത്യം അറിയാനും തീരുമാനം എടുക്കാനും രക്ഷിക്കപ്പെടാനും ഒക്കെ ദൈവം തമ്പുരാൻ ഒരു ഭാഗ്യം കൊടുത്തല്ലോ. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് സത്യം പറയുക, നിങ്ങൾക്ക് കിട്ടിയ രോഗശാന്തിയേക്കാൾ വലുതാണ് ആത്മരക്ഷ. നിങ്ങൾക്ക് ലഭിച്ച സാമ്പത്തിക വിടുതലിനേക്കാൾ വലുതാണ് ആത്മരക്ഷ. നിങ്ങൾക്ക് ലഭിച്ച വീടിനേക്കാൾ വലുതാണ് ആത്മരക്ഷ. നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള സകല നന്മകളെക്കാളും വലുതാണ് ആത്മരക്ഷ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട്. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങളിൽ നിങ്ങൾക്ക് ഇടുന്നു. യോഹന്നാൻ പറയുന്നത്, യേശുവിനെ ഞങ്ങൾ കേട്ടതാണ്, യേശുവിനെ ഞങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാണ്, യേശുവിനെ ഞങ്ങൾ അതുകൊണ്ട് നിർത്തിയില്ല, നോക്കിയതാണ് എന്ന് പറഞ്ഞാൽ കാണുകയും നോക്കുകയും ചെയ്യുന്ന രണ്ടാ. നമ്മളിങ്ങനെ നടന്നു പോകുമ്പം കാണാം,
എന്നാൽ നിന്ന് നോക്കി, ഞങ്ങൾ അവനെ തിരിച്ചും മറിച്ചും നോക്കി, ഞങ്ങൾ നോക്കിയതാണ്, ഞങ്ങളുടെ കൈ തൊട്ടതാണ്. അത്ര റിയാലിറ്റിയാണ് യേശു ഞങ്ങൾക്ക്. ഹല്ലേലൂയ. അത്ര ജീവിക്കുന്ന യാഥാർത്ഥ്യമാണ് യേശു അവർക്ക്. പ്രിയപ്പെട്ടവരെ, അതാണ് ക്രിസ്തീയ ജീവിതം. അനുദിനം യേശുവിനെ അനുഭവിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. അതിൽ കുറഞ്ഞതൊന്നും ക്രിസ്തീയ ജീവിതമല്ല. കർത്തൃമേശയുടെ അപ്പം തിന്നുമ്പോഴല്ല നമ്മൾ യേശുവിനെ അനുഭവിക്കുന്നത്, 24 മണിക്കൂർ നമ്മൾ അവനെ അനുഭവിക്കുക. എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കുമെന്ന വാക്യം ഞാൻ ആദ്യം ധരിച്ചിരുന്നത് കർത്തൃമേശ എടുക്കുമ്പോൾ നമ്മൾ ജീവിക്കുമെന്ന അല്ല. എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കുമെന്ന് പറയുന്നത് ആ അപ്പത്തെ ഉദ്ദേശിച്ചല്ല. നമ്മൾ അവനെ ഇപ്പൊ തിന്നുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ വചനത്തിലൂടെ യേശുവിനെ നമ്മുടെ ഉള്ളിലേക്ക് ഓരോ ദിവസവും നാം ആവഹിക്കുമ്പോൾ, സ്വീകരിക്കുമ്പോൾ, അനുഭവിക്കുമ്പോൾ ജീവന്റെ വ്യാപാരം നമുക്ക് ഉള്ളിൽ ലഭിക്കുന്നു. അങ്ങനെ നാം അവനിൽ വളരുന്നു, അവനിൽ ജീവിക്കുന്നു. ഞങ്ങൾ അവനെ അനുഭവിച്ചതാണ്. അത് ഞങ്ങൾ നിങ്ങളോട് വീണ്ടും പറയുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ കൂട്ടായ്മ കർത്താവിനോടാണ്. ആ കൂട്ടായ്മ നിങ്ങളോടുണ്ടാകണമെങ്കിൽ നിങ്ങൾക്കും ഞങ്ങൾ യേശുവിനെ അനുഭവിക്കുന്ന പോലെ നിങ്ങൾ യേശുവിനെ അനുഭവിച്ചാലേ നമ്മുടെ കൂട്ടായ്മ സജീവമാകുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നതാണ് യോഹന്നാനിൽ നിങ്ങൾ കാണുന്നത്. അതാണ് നമ്മുടെ ഈ ക്ലാസ്സിലെ ഇന്നത്തെ വിഷയം. 1 പത്രോസ് 1:9. നിങ്ങളവനെ വിശ്വസിച്ചു, ആത്മരക്ഷ പ്രാപിച്ചു, പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുന്നു. പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുന്നു. ശ്രദ്ധിച്ചേ, ഇതൊരു പീഡിത സഭയ്ക്ക് എഴുതിയ കത്താണെന്ന് നമ്മൾ മറന്നു പോകും ഇടയ്ക്ക്. റോമൻ സീസറിന്റെ കാലഘട്ടത്തിൽ ക്രിസ്തീയ സഭയെ അതിക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെട്ടു. അതിക്രൂരമായ പീഡനങ്ങളിലൂടെ ആ ചർച്ച് കടന്നു പോകുമ്പോൾ അവരെ ആശ്വസിപ്പിക്കാൻ എഴുതിയ കത്തിനകത്താണ് പറഞ്ഞാ തീരാത്ത സന്തോഷത്തിലായി ഈ സഭയെന്ന് പറഞ്ഞാൽ എന്തൊരു സംഭവമാണ് നമ്മളിപ്പോൾ ഈ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പീഡനങ്ങൾക്കൊന്നും ഇവരുടെ സന്തോഷത്തെ കെടുത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അവരുടെ സന്തോഷത്തിൻ്റെ ആധാരം ഭൗതികമല്ലായിരുന്നു. അവരുടെ സന്തോഷത്തിൻ്റെ ആധാരം ലൗകികം അല്ലായിരുന്നു. ലോകത്തിൽ നിന്നുള്ള ഒന്നുമല്ല അവരെ സന്തോഷിപ്പിച്ചത്. കാണാത്ത കാര്യങ്ങളിൽ നിന്നുള്ള സന്തോഷമാണ് അവർക്ക് ലഭിച്ചത്. ഈ സന്തോഷത്തെ കെടുത്താൻ ആർക്ക് കഴിയും? ഈ സന്തോഷത്തെ നശിപ്പിക്കാൻ ആർക്ക് കഴിയും? ഈ സന്തോഷത്തിന് കോട്ടം വരുത്താൻ ആർക്ക് കഴിയും? ആത്മരക്ഷയും ആനന്ദവും. ഇതാണ് 9ാമത്തെ വാക്യം നമുക്ക് തരുന്നത്. ഈ സന്തോഷത്തിൽ നിലനിൽക്കുവാൻ, ഈ സന്തോഷത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കുവാൻ, ഈ സന്തോഷത്തിൽ വളരുവാൻ, ഈ സന്തോഷത്തിൽ തന്നെ സന്തോഷിക്കുവാൻ നമുക്ക് ഉത്സാഹിക്കാം. അതിനുവേണ്ടി ദൈവം നമ്മെ സഹായിക്കട്ടെ. രക്ഷിക്കപ്പെട്ട ഏതൊരാൾക്കും ഈ ഒരു സന്തോഷം വേണം. ഈ ഒരു സന്തോഷം ഇല്ലെങ്കിൽ അതെന്താണെന്ന് കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇനിയുള്ള ജീവിതം ചെലവഴിക്കേണ്ടത്. ആർക്കും എടുത്തു കളയാൻ മേലാത്ത സന്തോഷം രക്ഷയാൽ ഒരാൾക്ക് ലഭിക്കുന്നു. ആത്മരക്ഷയാൽ, യേശു ക്രിസ്തുവിൽ കൂടെ ലഭിക്കുന്ന ആത്മരക്ഷയാൽ ആർക്കും നശിപ്പിച്ചു കളയാൻ പറ്റാത്ത സന്തോഷം അവന് ലഭിക്കുന്നു. നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുക. രക്ഷയാണ് ഇന്നത്തെ വിഷയം. വാക്യം 10. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. പ്രവാചകന്മാർ 2 കാര്യം ചെയ്തു രക്ഷയോടുള്ള ബന്ധത്തിൽ. 1 പ്രവചിച്ചു, 2 അന്വേഷിച്ചു. ഏതാണ് ഈ പ്രവാചകന്മാർ? പഴയ നിയമത്തിലെ പ്രവാചകന്മാരാണ്.
കാരണം അതൊരു ഭൂതകാല പ്രയോഗമാണ്. അന്വേഷിച്ചിരുന്നു. രക്ഷയെക്കുറിച്ച് പഴയ നിയമത്തിലെ പ്രവാചകന്മാർ പ്രവചിച്ചു, മാത്രമല്ല അന്വേഷിച്ചു. എന്ത് പ്രവചിച്ചു, എന്തന്വേഷിച്ചു? എന്ത് പ്രവചിച്ചു എന്നടുത്ത വാക്യത്തിലുണ്ട്. അവരിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ എന്തായിരുന്നു അവർ പ്രവചിച്ചത്? മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചു. അതായത് നടക്കുന്നതിന് മുമ്പ് വിളിച്ചു പറഞ്ഞു. ക്രിസ്തുവിന് വരേണ്ട കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും സംഭവിക്കുന്നതിന് മുമ്പ് വിളിച്ചു പറഞ്ഞു. അതാണ് പഴയ നിയമ പ്രവചനങ്ങൾ. പഴയ നിയമ പ്രവചനങ്ങൾ ക്രിസ്തുവിനെ ഉദ്ദേശിച്ചാണ് എല്ലാം മിക്കവാറും. ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം, ക്രിസ്തുവിൻ്റെ പാപപരിഹാര യാഗം, ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ്, ഇതാണ് പഴയ നിയമ പ്രവചനങ്ങളുടെ ആകത്തുക. അതിനെക്കുറിച്ച് പത്രോസ് പറയുകയാണ്, അവർ പ്രവചിച്ചപ്പോൾ ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ. ഇപ്പം ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ, പിന്നെ വരുന്ന മഹത്വം. അപ്പോൾ ക്രൂശീകരണം, തേജസ്കരണം, അല്ലെങ്കിൽ മരണം, അടക്കം, ഉയർപ്പ്, സ്വർഗാരോഹണം, ഇതിനെക്കുറിച്ച് പഴയ നിയമക്കാർ പ്രവചിച്ചു. എങ്ങനെ പ്രവചിച്ചു? അവിടെ എഴുതിയിട്ടുണ്ട്, അവരിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവാണ് അങ്ങനെ പ്രവചിക്കാൻ അവരെ സഹായിച്ചത്. ഇതെല്ലാം ഈ വാക്യത്തിലുണ്ട്. അവരിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവാണ് ക്രിസ്തുവിനെ കുറിച്ച് പ്രവചിക്കാൻ അവരെ സഹായിച്ചത്. അവിടെ നമുക്കൊരു സന്ദേശമുണ്ട്. ക്രിസ്തുവിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ ആത്മാവിലേ അത് സാധ്യമാകൂ എന്ന് തിരിച്ചറിയണം. ക്രിസ്തുവിൻ്റെ ആത്മാവിലെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്രിസ്തുവിനെ കൊടുക്കാൻ, ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ, ക്രിസ്തുവിനെ പരിചയപ്പെടുത്താൻ, ക്രിസ്തുവിനെ ഉയർത്താൻ നമുക്ക് വേണ്ടത് ബുദ്ധിയല്ല, ജ്ഞാനമല്ല, കഴിവല്ല, ക്രിസ്തുവിൻ്റെ ആത്മാവത്രേ നമുക്ക് വേണ്ടത്. ക്രിസ്തുവിൻ്റെ ആത്മാവിലല്ലാതെ ക്രിസ്തുവിനെ ശുശ്രൂഷിക്കാൻ സാധ്യമല്ല. റോമർ 8 അതിനെക്കുറിച്ച് പറയുന്നത്, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല എന്നാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. റോമർ 8:9 ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നു വരികിൽ നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവരല്ല. വാക്യം വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയവുമായിട്ട് അതിനെ ബന്ധിപ്പിക്കണം. ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മുടെ സ്വഭാവത്തെ മാറ്റും. ക്രിസ്തുവിൻ്റെ ആത്മാവ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ജഡ സ്വഭാവം ഉള്ളവരല്ല, ആത്മസ്വഭാവം ഉള്ളവരത്രേ. ഇതെല്ലാം നമ്മളെ ചില സമയത്ത് നിരാശപ്പെടുത്തുന്ന വാക്യങ്ങളാണ്. ജഡസ്വഭാവം എനിക്കുണ്ട്, അപ്പം എന്നിലുള്ളത് ക്രിസ്തുവിൻ്റെ ആത്മാവല്ലായിരിക്കുമോ? ക്രിസ്തുവിൻ്റെ ആത്മാവ് നിങ്ങളിൽ ഉണ്ട്, വസിക്കുന്നു എങ്കിൽ നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. എന്തിനാണ് ഇങ്ങനെ എഴുതിയത്? എഴുതിയതിൻ്റെ അർത്ഥം, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ആത്മാവിന് നിങ്ങളെ തന്നെ ഒന്നുകൂടെ വിധേയപ്പെടുത്തിയാൽ നിങ്ങളുടെ സ്വഭാവം മാറും. ക്രിസ്തുവിൻ്റെ ആത്മാവ് നിങ്ങളിൽ ഉണ്ട്, പക്ഷെ നിങ്ങൾ എത്രത്തോളം അതിന് വിധേയപ്പെടുമോ അപ്പോൾ മാത്രമേ നിങ്ങളുടെ സ്വഭാവത്തെ മാറ്റാൻ പറ്റുള്ളൂ. സ്വഭാവത്തെ മാറ്റണമെങ്കിൽ നമുക്കും കൂടി ഒന്ന് തോന്നണം. ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മെ
നമ്മുടെ ചിന്തകളെ, നമ്മുടെ സ്വപ്നങ്ങളെ, നമ്മുടെ ഇഷ്ടങ്ങളെ, നമ്മുടെ ആഗ്രഹങ്ങളെ ഒക്കെ ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മൾ വിധേയപ്പെടുത്തി കൊടുക്കുമ്പോൾ നമ്മുടെ സ്വഭാവത്തെ പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്തും. തുടർന്ന് പറയുകയാണ്, ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇല്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. അപ്പൊ ക്രിസ്തുവിൻ്റെ ആത്മാവിൽ ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുക മാത്രമല്ല, ക്രിസ്തുവിൻ്റെ ആത്മാവിൽ മാത്രമേ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അപ്പൊ ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ പോലും പറ്റത്തില്ല. ഒരു വിശ്വാസിയായിട്ട് ജീവിക്കാൻ നമ്മെ സഹായിക്കുന്നത് ക്രിസ്തുവിൻ്റെ ആത്മാവാണ്. ആ ആത്മാവിലാണ് പഴയ നിയമ പ്രവാചകന്മാർ ശുശ്രൂഷിച്ചത്. അപ്പൊ പണ്ട് ജീവിച്ചിരുന്ന ഭക്തന്മാർ പോലും ശുശ്രൂഷിച്ചത് ഈ ആത്മാവിലാണ്. അവരെന്താ ശുശ്രൂഷിച്ചത്? ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുൻപിൽ കൂട്ടി സാക്ഷീകരിച്ചു. എവിടെയാണ് എഴുതിയിരിക്കുന്നത്? യെശയ്യാ പ്രവചനത്തിലാണ് ഇത് കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ക്രിസ്തുവിന് വരേണ്ട കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും പ്രവാചകന്മാർ പ്രവചിച്ചിരിക്കുന്നത് എല്ലാ പുസ്തകങ്ങളിലും ഭാഗികമായിട്ട് കിടപ്പുണ്ട്. എന്നാൽ യെശയ്യാവാണ് മശിഹയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാരിൽ അഗ്രഗണ്യൻ. ഇദ്ദേഹത്തിൻ്റെ ഈ ബുക്കിൻ്റെ ഓരോ പേജും മശിഹയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പുസ്തകത്തിന് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്. 66 അധ്യായമുണ്ട്. ബൈബിളിന് 66 പുസ്തകവുമുണ്ട്. ഇതിൻ്റെ എല്ലാ പേജുകളും യേശു കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ തന്നെ 53-ാം അധ്യായം കർത്താവിൻ്റെ കാൽവറിയെക്കുറിച്ച് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഈ 4 പേരും വിവരിച്ചതിനേക്കാളും ആഴത്തിലും മനോഹരമായും വിവരിച്ചിരിക്കുന്നത് യെശയ്യാവാണ്. വാസ്തവത്തിൽ യെശയ്യാവിൻ്റെ സുവിശേഷമാണ് ശക്തമായ സുവിശേഷം. യെശയ്യാവ് കർത്താവിൻ്റെ കാൽവറിയെക്കുറിച്ച് പറയുമ്പോൾ ഏതൊരാൾക്കും മനസ്സിലാകുന്ന പോലെ വളരെ വ്യക്തമായിട്ടാണ് അത്. ഇത് വായിച്ചാണ് എത്യോപ്യക്കാരനായ ഷണ്ണൻ സ്നാനപ്പെട്ടത്. ഇത് വായിച്ച യെശയ്യാവ് 51 വായിച്ചാണ് എത്യോപ്യക്കാരനായ മനുഷ്യൻ പോണ വഴിക്ക് സ്നാനം സ്വീകരിച്ചത്. സുവിശേഷത്തെക്കുറിച്ച് അതിമനോഹരമായ വിശദീകരണം യെശയ്യാവ് നമുക്ക് തരുന്നു. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചുകളയത്തക്കണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ യേശു നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, എൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. ഇങ്ങനെ കർത്താവിന് വരേണ്ട കഷ്ടങ്ങളെക്കുറിച്ചാണ് ഇവിടെ യെശയ്യാവ് വിവരിക്കുന്നത്. 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അവൻ തൻ്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും, പിൻവരുന്ന മഹിമ. പത്രോസ് എഴുതിയ 2 വാക്കുകളാണ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളും പിൻവരുന്ന മഹിമയും. കഷ്ടങ്ങളാണ് യെശയ്യാ 53-ന്റെ 1 മുതൽ 11 വരെ. അതിനുശേഷം പറയുകയാണ്, അവൻ തൻ്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. അതുകൊണ്ട് ഞാൻ അവനെ മഹാന്മാരോടുകൂടി ഓഹരി കൊടുക്കും, ബലവാന്മാരോട് കൂടെ അവൻ കൊള്ള പങ്കിടും. അവൻ തൻ്റെ പ്രാണനെ മരണത്തിൽ ഒഴുക്കിക്കളയും. അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നും കൊണ്ട് അതിക്രമക്കാരോടുകൂടി എണ്ണപ്പെടുകയും ചെയ്തതിനാൽ ഞാൻ അവന് മഹാന്മാരോടുകൂടി ഓഹരി കൊടുക്കും, ബലവാന്മാരോടുകൂടി അവൻ കൊള്ള പങ്കിടും. അതാണ് അതിൻ്റെ അർത്ഥം. അവൻ അനേകർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുകയും തൻ്റെ പ്രാണനെ ഒഴുക്കിക്കളയുകയും അതിക്രമക്കാരുടെ പാപം വഹിച്ച്
അതിക്രമക്കാർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുകയും ചെയ്തതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോടുകൂടെ ഓഹരി കൊടുക്കും, ബലവാന്മാരോടുകൂടി അവൻ കൊള്ള പങ്കിടും. ഇതാണ് പിൻവരുന്ന മഹിമ. ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമകളെയും മുൻകൂട്ടി സാക്ഷീകരിച്ചു. അങ്ങനെ സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. പത്രോസ്ലീഹ പറയുകയാണ്, ഈ പഴയ നിയമ പ്രവാചകന്മാർ യേശു കർത്താവിനെ കുറിച്ച് ഇങ്ങനെ പ്രവചിച്ചപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് ഒന്നും മനസ്സിലായില്ല. മശിഹ ഇങ്ങനെ വരുന്നതും പീഡനം സഹിക്കുന്നതും അതിൽ കൂടി ഒരു സമൂഹം രക്ഷിക്കപ്പെടുന്നതും സൗജന്യമായ രക്ഷ പ്രാപിക്കുന്നതും അവർ ദൈവത്തിൻ്റെ മക്കളെന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നതും അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതും എല്ലാം പ്രവചനത്തിലുണ്ട്. ഈ ഒരു പ്രവചനം നമ്മൾ വായിച്ചുള്ളൂ. അപ്പോൾ മശിഹ മനുഷ്യനാകുന്നതും അവൻ പാപികൾക്ക് വേണ്ടി മരിക്കുന്നതും അത് വിശ്വസിച്ച് ഒരു യോഗ്യതയില്ലാത്ത ആളുകൾ ദൈവത്തിൻ്റെ സ്വന്തം മക്കളെന്ന നിലയിലേക്ക് ഉയർത്തപ്പെടുകയും നമുക്ക് തരുന്നത്. രണ്ടാമത്, നമ്മളും നമ്മളറിയാത്തവർക്ക് വേണ്ടി, നമ്മളെ അംഗീകരിക്കാത്തവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ കടപ്പെട്ടിരിക്കുന്നു. നമ്മളറിയാത്തവർ നമുക്ക് വേണ്ടി ശുശ്രൂഷിച്ചിട്ടുണ്ട്. അവർക്ക് ഒരു ചായ പോലും കൊടുക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടിയിട്ടില്ല. നമ്മളിൽ നിന്ന് ഒരു പ്രതിഫലവും കിട്ടാത്തവരുടെ ശുശ്രൂഷയാൽ നാം അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു നന്മയും തിരിച്ചു കിട്ടാതെ കർത്താവിന് വേണ്ടി ചിലത് ചെയ്യുവാൻ നാം കടപ്പെട്ടിരിക്കുന്നില്ലേ? സ്തോത്രം. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ സുവിശേഷം അറിയിച്ചവർ മുഖാന്തരം നിങ്ങൾക്കത് വെളിപ്പെട്ടു എന്നാണ് ശരിയായ തർജ്ജിമ. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ സുവിശേഷം അറിയിച്ചവർ അത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. രണ്ട് കൂട്ടരെയാണ് രക്ഷയുടെ മഹാത്മ്യം പറയാൻ വേണ്ടി പത്രോസ് കൊണ്ടിരുന്നത്. ഒന്ന് പഴയ നിയമ പ്രവാചകന്മാർ, രണ്ട് സ്വർഗത്തിലെ ദൂതന്മാർ. ആത്മരക്ഷയുടെ മഹത്വം, ആത്മരക്ഷയുടെ ഇമ്പോർട്ടൻസ് ആണ് 10 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നത്. 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലെ പ്രതിപാദ്യ വിഷയം ആത്മരക്ഷയുടെ ഇമ്പോർട്ടൻസ് ആണ്, പ്രാധാന്യമാണ്. ഇത് അവതരിപ്പിക്കാൻ വേണ്ടി 2 പേരെ കൊണ്ടിരുന്നു, 2 ഗ്രൂപ്പിനെ. ഒന്ന് ദൂതന്മാർ, 2 പഴയ നിയമ പ്രവാചകന്മാർ. ഇവരുടെ 2 പേരുടെയും ശുശ്രൂഷയും ഇവരുടെ 2 പേരുടെയും ലക്ഷ്യവും ഇതിനോടുള്ള ബന്ധത്തിൽ എന്താണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് ഒരു ചെറിയ ബ്രേക്കിന് ശേഷം ധ്യാനിക്കാം. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ആത്മരക്ഷ വലിയ ആനന്ദം നമുക്ക് തരുന്നതാണ്. പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുന്നു. മറ്റെവിടെയും മറ്റൊന്നിലും ലഭിക്കാത്ത സന്തോഷം ആത്മരക്ഷയിലുണ്ട്. അതുകൊണ്ടാണ് ആദിമസഭ യാതൊരു പ്രതിസന്ധിയിലും തളരാതെ നിന്നത്. ഈ രക്ഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയാണ്. പഴയ നിയമ പ്രവാചകന്മാർ അത് പ്രവചിക്കുകയും അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തെങ്കിലും അത് അവർക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണെന്ന് അവർക്ക് തിരിച്ചറിഞ്ഞു. ആ രക്ഷയുടെ വലിപ്പം നിമിത്തം ദൂതന്മാർ പോലും അത്ഭുതപ്പെടുന്നു. ഇത് അനുഭവിക്കുന്നത് ഞാനും നിങ്ങളുമാണ്. നമ്മളറിയാത്ത ചിലർ, നമ്മളറിയാത്ത പലർ ശുശ്രൂഷിച്ചതിൻ്റെ അനുഗ്രഹത്താലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. നമുക്ക് വേണ്ടി ആരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് നമുക്കറിഞ്ഞുകൂടാ. നമുക്ക് വേണ്ടി ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് നമുക്കറിഞ്ഞുകൂടാ. ക്രിസ്തീയ ജീവിതത്തിൽ ഒരു കാര്യം ഓർക്കണം, നമ്മൾ കടക്കാരാണ്. ക്രിസ്തീയ ജീവിതത്തിൽ ഒരു കാര്യം എന്നും ഓർക്കണം, കൊടുത്തു തീർക്കാൻ പറ്റാത്ത കടം നമുക്കുണ്ട്.
ദൈവത്തോടും ദൈവസഭയോടും കൊടുത്തു തീർക്കാൻ പറ്റാത്ത കടം നമുക്കുണ്ട്. നമ്മൾ വിചാരിച്ചവരൊന്നും അല്ലായിരിക്കാം നമ്മെ സഹായിച്ചത്. നമുക്കൊരു നന്ദി വാക്ക് പോലും പറയാൻ പറ്റാത്ത ആളുകളിൽ നിന്ന് നാം സഹായം പ്രാപിച്ചിട്ടുണ്ട്. ആരും ഒറ്റയ്ക്ക് വളർന്നതല്ല. നിന്നെ വളർത്താൻ, എന്നെ വളർത്താൻ ആരെയൊക്കെയോ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് പല മുഖാന്തരങ്ങളെ ദൈവം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ എന്തെങ്കിലുമൊക്കെ ഈ ദൈവസഭയ്ക്ക് വേണ്ടി ഡൊണേറ്റ് ചെയ്യുവാൻ നമുക്കും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവേ, അവിടുത്തെ വചനത്തിന് മുമ്പിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. തുടർന്നും ക്ലാസ്സുകളിൽ അവിടുത്തെ ആത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.